നമസ്തേ. ഏറെ നാളുകൾക്ക് ശേഷം മലയാള ഭാഷാ പഠന സഹായിയുടെ എപ്പിസോഡ് ആരംഭിക്കുക. ചില സാങ്കേതിക കാരണങ്ങളാൽ അഥവാ ആരുടെയോ ചില ഹാക്കിംഗ് കാരണം ഈ ഒരു ചാനൽ നമ്മളെ പ്രവർത്തന സജ്ജമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ധാരാളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു, അതെല്ലാം നഷ്ടമായി. പല എപ്പിസോഡും വീഡിയോകളും നമുക്ക് ഇതിൽ നിന്നും ഡിലീറ്റായി പോവുകയും ചെയ്തു. വീണ്ടും നമുക്ക് ഇത് യാതൊരുവിധമായ സ്വാർത്ഥതയും ഇല്ലാതെ പരോപകാരാർത്ഥമിതം എന്നുള്ള രീതിയിൽ പ്രസിദ്ധീകരിക്കുന്നതാണ്. താല്പര്യമുള്ള പക്ഷം പ്രിയപ്പെട്ട സാഹിത്യ കുതുകികൾ അഥവാ മത്സര പരീക്ഷാ തലത്തിലേക്ക് നീങ്ങുന്നവർ ഈ ചാനൽ പരമാവധി സബ്സ്ക്രൈബ് ചെയ്യിക്കുന്നതിനും നിങ്ങളുടെ അഭ്യുദയകാംക്ഷികളോടും സുഹൃത്തുക്കളോടും ഇത് അവർക്ക് ഷെയർ ചെയ്ത് വേണ്ടത്ര പ്രോത്സാഹനം നൽകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മലയാള ഭാഷാ സാഹിത്യത്തിലെ ചില തൂലികാനാമങ്ങളും അപരനാമങ്ങളും ഒന്ന് പരിചയപ്പെടുത്തുന്നു. സസൂക്ഷ്മം വീക്ഷിച്ച് ഇത് വേണ്ടത്ര പ്രയോജനപ്രദമാക്കണം എന്ന അഭ്യർത്ഥനയോടുകൂടി ആരംഭിക്കുന്നു. വിലാസിനി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് MK മേനോൻ അഥവാ മൂർക്കനാട് കൃഷ്ണൻകുട്ടി മേനോൻ. മൂർക്കനാട് കൃഷ്ണൻകുട്ടി മേനോൻ അഥവാ MK മേനോനാണ് വിലാസിനി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത്. മലയാളത്തിലെ ഏറ്റവും വലിയ നോവലായിരുന്ന പാവങ്ങൾ എന്ന കൃതിയുടെ രചയിതാവ് കൂടിയാണ്. സഞ്ജയൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് MR നായർ അഥവാ മാണിക്കോത്ത് രാമുണ്ണി നായർ. MK മേനോൻ വിലാസിനി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുമ്പോൾ സഞ്ജയൻ എന്ന തൂലികാനാമത്തിൽ MR നായർ അറിയപ്പെടുന്നു. അടുത്ത് ആശാ മേനോൻ ശ്രീകുമാർ. ആശാ മേനോൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നു ശ്രീകുമാർ. അടുത്ത് ആനന്ദ എന്ന തൂലികാനാമത്തിൽ PC സച്ചിദാനന്ദൻ. അടുത്ത് ഇന്ദുചൂഢൻ എന്ന തൂലികാനാമത്തിൽ KK നീലകണ്ഠൻ. ഇന്ദുചൂഢൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് KK നീലകണ്ഠൻ. ഏകലവ്യൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നു ശ്രീ KM മാത്യു. അടുത്ത ഉറൂബ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നു PC കുട്ടിക്കൃഷ്ണൻ. സുന്ദരന്മാരും സുന്ദരികളും അതുപോലെ തന്നെ മിണ്ടാപ്പെണ്ണ തുടങ്ങിയതായ കൃതികളിലൂടെ ഏറെ ശ്രദ്ധേയനായ PC കുട്ടിക്കൃഷ്ണനാണ് ഉറൂബ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത്. അടുത്ത കാക്കനാടൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ജോർജ് വർഗീസ്. കമലാദാസ് എന്ന തൂലികാനാമത്തിൽ ഇംഗ്ലീഷ് സാഹിത്യരചന നടത്തിയിരുന്നത് നാലപ്പാട്ട് കമല. എന്നാൽ മലയാള സാഹിത്യരചന നടത്തുന്ന അവസരത്തിൽ കമലാദാസ് നാലപ്പാട്ട് കമല നൽകിയിരുന്ന തൂലികാനാമം മാധവിക്കുട്ടി എന്നാണ്. എന്നാൽ തൻ്റെ അവസാന നാളുകളിൽ നാലപ്പാട്ട് കമല തൻ്റെ സാഹിത്യ സൃഷ്ടികൾക്ക് നൽകിയിരുന്ന പേര് കമല സുരയ്യ. അപ്പം നാലപ്പാട്ട് കമലയുടെ ഇതര നാമങ്ങളാണ്: ഒന്ന് കമല സുരയ്യ, കമലാദാസ്, മാധവിക്കുട്ടി. MB ഭട്ടതിരിപ്പാട് മുല്ലമംഗലത്ത് പരമേശ്വരൻ ഭട്ടതിരിപ്പാട്. MB ഭട്ടതിരിപ്പാട് എന്നറിയപ്പെടുന്നത് മുല്ലമംഗലത്ത് പരമേശ്വരൻ ഭട്ടതിരിപ്പാട്. പാറപ്പുറത്ത് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടത് KE മത്തായി. അടുത്ത സുമംഗല എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് വളരെ പ്രശസ്തമായ ശ്രീ വിഷ്ണു ശർമ്മയാൽ രചിക്കപ്പെട്ട പഞ്ചതന്ത്രം എന്ന് പറയുന്ന പ്രസിദ്ധമായ കൃതി മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് ശ്രദ്ധ നേടിയ ലീലാ നമ്പൂതിരിപ്പാടാണ് സുമംഗല എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത്. അത് VT ഭട്ടതിരിപ്പാട്, വെള്ളത്തിരുത്തി താഴത്തെ രാമൻ ഭട്ടതിരിപ്പാട്.
അദ്ദേഹത്തിൻ്റെ ആത്മകഥാപരമായ കൃതിയാണ് കണ്ണീരും കിനാവും. അതുപോലെ സാമൂഹിക പരിഷ്കരണം മുൻനിർത്തി അദ്ദേഹം രചിക്കപ്പെട്ട മനോഹരമായ കൃതിയാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. ഇപ്പോൾ BT ഭട്ടതിരിപ്പാടെന്നറിയപ്പെടുന്നത് വെള്ളത്തിരുത്തി താഴത്ത് രാമൻ ഭട്ടതിരിപ്പാട്. അടുത്ത കോവിലൻ. കോവിലൻ എന്നറിയപ്പെടുന്നത് VV അയ്യപ്പൻ. അടുത്ത തിക്കോടിയൻ. തിക്കോടിയൻ അരങ്ങ് കാണാത്ത നടൻ എന്നുള്ള കൃതിയിലൂടെ ഏറെ ശ്രദ്ധേയനായ തിക്കോടിയൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് കുഞ്ഞനന്ദൻ നായർ. കുഞ്ഞനന്ദൻ നായർ. അടുത്ത VM കോറാത്ത്. വേലായുധ മേനോൻ കോറാത്ത്. VM കോറാത്ത് അറിയപ്പെടുന്നത് വേലായുധ മേനോൻ കോറാത്ത്. അടുത്തത് തുളസീവനം. തുളസീവനം എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് R രാമചന്ദ്രൻ നായർ. R രാമചന്ദ്രൻ നായരാണ് തുളസീവനം എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത്. NK ദേശം. N കുട്ടിക്കൃഷ്ണ പിള്ള. NK ദേശം എന്നറിയപ്പെടുന്നത് N കുട്ടിക്കൃഷ്ണ പിള്ള. അടുത്ത കാരൂർ. കാരൂർ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് വാദ്യാർ കഥകളുടെ രചയിതാവെന്ന പ്രസിദ്ധനായ കാരൂർ നീലകണ്ഠപിള്ളയാണ്. MN പാലൂര്. MN പാലൂര് എന്നറിയപ്പെടുന്നത് പാലൂര് മാധവൻ നമ്പൂതിരി. മാധവൻ നമ്പൂതിരി എന്നുള്ളതിൻ്റെയാണ് MN. അടുത്ത വത്സല MA. RP പരമേശ്വര മേനോനാണ് വത്സല MA എന്നറിയപ്പെടുന്നത്. സിനിക് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് M വാസുദേവൻ നായർ. M വാസുദേവൻ നായരാണ് സിനിക് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത്. പവനൻ. പവനൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് PV നാരായണൻ നായർ. അടുത്ത മൂലൂർ. മൂലൂർ എന്ന അറിയപ്പെടുന്നത് സരസകവി മൂലൂർ എന്നറിയപ്പെടുന്ന മൂലൂർ S പത്മനാഭ പണിക്കർ. അടുത്തത് ഓട്ടൂർ. ഓട്ടൂർ എന്നറിയപ്പെടുന്നത് ഉണ്ണി നമ്പൂതിരിപ്പാട്. ഉണ്ണി നമ്പൂതിരിപ്പാട്. പന്തളം KP. പന്തളം KP എന്നറിയപ്പെടുന്നത് പന്തളം KP രാമൻപിള്ള. കേരള പാണിനി. കേരള പാണിനി എന്നറിയപ്പെടുന്നത് കേരള പാണിനി എന്നറിയപ്പെടുന്നത് AR രാജരാജ വർമ്മ. അടുത്ത ശത്രുഘ്നൻ. ശത്രുഘ്നൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ഗോവിന്ദൻ കുട്ടി മേനോൻ. ഗോവിന്ദൻ കുട്ടി മേനോൻ. നാഗവള്ളി. നാഗവള്ളി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് നാഗവള്ളി RS കുറുപ്പ്. അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പേര് നാഗവള്ളി R ശ്രീധരക്കുറുപ്പ്. അടുത്ത വീരൻ. വീരൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് PK വീരരാഘവൻ നായർ. PK വീരരാഘവൻ നായരാണ് വീരൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത്. അടുത്തത് MRB. MRB M രാമൻ ഭട്ടതിരിപ്പാട്. കേശവദേവ്. കേശവദേവ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് P കേശവ പിള്ള. അയൽക്കാർ, അതേപോലെ തന്നെ ഓടയിൽ നിന്ന് തുടങ്ങിയതായ കൃതികളുടെ രചയിതാവാണ്. അടുത്തത് ജൂലിയൻ. ജൂലിയൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് P ദാമോദരൻ പിള്ള. സോമൻ. ഒളിവിൽ കഴിയുന്ന കാലഘട്ടത്തിൽ സോമൻ എന്ന തൂലികാനാമം സ്വീകരിച്ച് സാഹിത്യരചനകൾ അല്ലെങ്കിൽ കൃതികൾ എഴുതിയിരുന്നത് EMS നമ്പൂതിരിപ്പാട്. മാടമ്പ് കുഞ്ഞിക്കുട്ടൻ. മാടമ്പ് കുഞ്ഞിക്കുട്ടൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് P ശങ്കരൻ നമ്പൂതിരി. P ശങ്കരൻ നമ്പൂതിരി. അടുത്തത് സുമിത്ര. സുമിത്ര എന്ന പേരിലറിയപ്പെടുന്നത് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ. മങ്കൊമ്പ് ഗോപാലകൃഷ്ണനാണ് സുമിത്ര എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത്. അടുത്തത് കുഞ്ഞുണ്ണി മാഷ്. അതിയാരത്ത് കുഞ്ഞുണ്ണി നായർ. കുഞ്ഞുണ്ണി മാഷ് എന്നറിയപ്പെടുന്നത് അതിയാരത്ത് കുഞ്ഞുണ്ണി നായർ. സുരാസു എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ബാലഗോപാലക്കുറുപ്പ്. സുരാസു എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ബാലഗോപാലക്കുറുപ്പ്. അടുത്ത മാലി. മാലി രാമായണം, മാലി ഭാരതം തുടങ്ങിയ കൃതികളുടെ രചയിതാവാണ്. മാലി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് P മാധവൻ നായർ. വൈശാഖൻ എന്ന തൂലികാനാമം സ്വീകരിച്ചിട്ടുള്ളത് MK ഗോപിനാഥൻ നായർ.
അടുത്ത് കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് കേരള കാളിദാസൻ, കേരള സാഹിത്യ ചക്രവർത്തി, പ്രാസവാദത്തിൻ്റെ സൂത്രധാരൻ എന്നിങ്ങനെ അറിയപ്പെടുന്നത് കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ. അടുത്ത് കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ അദ്ദേഹത്തിന് സരസദ്രുത കവികിരീടമണി എന്നും അറിയപ്പെടുന്നു. കേരളത്തിലെ ഇബ്സൻ അഥവാ മലയാളത്തിലെ ഇബ്സൻ എന്നറിയപ്പെടുന്നത് പ്രൊഫസർ എൻ കൃഷ്ണപിള്ള. വളരെ പ്രസിദ്ധമായ പ്രതിപാത്രം, ഭാഷണഭേദം, കൈരളിയുടെ കഥ എന്നീ കൃതികളിലൂടെ ശ്രദ്ധേയനായ പ്രൊഫസർ എൻ കൃഷ്ണപിള്ളയാണ് കേരള ഇബ്സൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത്. കേരളത്തിലെ അഥവാ മലയാളത്തിലെ സ്കോട്ട് എന്നറിയപ്പെടുന്നത് മലയാളത്തിലെ ആദ്യ ചരിത്രാഖ്യായികയായ മാർത്താണ്ഡവർമ്മയുടെ രചിതാവായ ശ്രീ സി വി രാമൻപിള്ള. അപ്പോൾ മലയാളത്തിലെ സ്കോട്ട് എന്നറിയപ്പെടുന്നത് സി വി രാമൻപിള്ള. മലയാളത്തിലെ മോപ്പസാങ് എന്നറിയപ്പെടുന്നത് കുട്ടനാടിൻ്റെ ഇതിഹാസകാരൻ അറിയപ്പെടുന്ന തകഴി ശിവശങ്കരപ്പിള്ള. മലയാളത്തിലെ വാൽമീകി, മലയാളത്തിലെ ടെന്നിസൺ, മലയാളത്തിലെ ടാഗോർ എന്നിങ്ങനെ, അതുപോലെ ശബ്ദസുന്ദരൻ എന്നിങ്ങനെ ദേശീയ ബോധത്തിൻ്റെ ആവിഷ്കർത്താവ് എന്നിങ്ങനെ അറിയപ്പെടുന്ന കവി വള്ളത്തോൾ നാരായണ മേനോൻ. ഋതുക്കളുടെ കവി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ചെറുശ്ശേരി. സാഹിത്യ പഞ്ചാനനൻ എന്നറിയപ്പെടുന്നത് പി കെ നാരായണ പിള്ള. ഈ ഏകദേശം 51ഓളം ചോദ്യങ്ങൾ ഈ എപ്പിസോഡിൽ ചോദ്യോത്തര രൂപത്തിൽ നൽകുന്നു. സശ്രദ്ധം ഇത് ഉൾക്കൊണ്ട് നമ്മുടെ മത്സര പരീക്ഷകളിൽ മലയാളത്തിന് വേണ്ടത്ര സ്കോർ നേടാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ അഭ്യുദയകാംക്ഷികൾക്കും സാഹിത്യ അഭിരുചിയുള്ളവർക്കും പ്രിയപ്പെട്ട മിത്രങ്ങൾക്കും ഇത് ഷെയർ ചെയ്ത് അവരോട് വേണ്ടത്ര ഇത് സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ ലൈക്ക് ചെയ്ത് പ്രോത്സാഹിപ്പിക്കാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വീണ്ടും അടുത്ത എപ്പിസോഡിൽ നമസ്തേ.